നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിചേർക്കപ്പെട്ട അധ്യാപകൻ റാമിന്റെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയ അന്വേഷണ സംഘം മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു. നാളെ രാവിലെ ക്ലിനിക്കിലും ഉച്ചയ്ക്ക് ശേഷം ദന്തൽ കോളേജിലും തെളിവെടുപ്പ് നടത്തും. അർജുൻ കല്യാടാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, റാമിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലും അതിനുശേഷമുള്ള പോലീസ് നടപടികളിലുമൊക്കെ വലിയ വിമർശനമുള്ളതാണ്. വലിയ വീഴ്ചകൾ പോലീസിന് സംഭവിച്ചിട്ടുള്ളതാണ്. ഇനിയുള്ള തെളിവെടുപ്പൊക്കെ അത്രത്തോളം ശ്രദ്ധയോടെ നിർവഹിക്കേണ്ടിയിരിക്കുന്നു. റോഷ്നി, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഡോക്ടർ റാമിനെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. ക്രൈംബ്രാഞ്ച് സംഘം അതിനുശേഷം ഇപ്പോൾ ആദ്യം തെളിവെടുപ്പ് നടത്തുന്നത് റാമിൻ്റെ വീട്ടിലാണ്. വീട്ടിൽ വെച്ച് നടത്തിയിട്ടുള്ള പരിശോധനയിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഈ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതോടൊപ്പം നാളെ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ 2 ഇടങ്ങളിലാണ് അദ്ദേഹത്തിന് ക്ലിനിക്കുള്ളത്. ഒന്ന് ഈ പറയുന്ന ചിറക്കുനിയിലും മറ്റൊന്ന് മുഴപ്പിലങ്ങാടുമാണ്. ഈ 2 ക്ലിനിക്കിലും തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ഡെന്റൽ കോളേജിലെത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തും ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തും ഒക്കെ സംഭവിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച അത് ഹൈക്കോടതി ഉൾപ്പെടെ വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമായ വേണ്ടി വന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണ രീതികൾ കൈക്കൊള്ളുക എന്നുള്ളതായിരിക്കും ഇനി പ്രധാനമായും ക്രൈംബ്രാഞ്ച് ശ്രദ്ധിക്കുക. അതായത് ഇന്നിപ്പോൾ എന്തായാലും ഈ പറയുന്ന വീട്ടിൽ മാത്രമാണ് തെളിവെടുപ്പ് നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നാളെ ഈ ക്ലിനിക്കിലും കോളേജിലുമൊക്കെ തെളിവെടുപ്പ് നടത്തും. എന്തായാലും ഡോക്ടർ റാമിന് 5 ദിവസത്തെ കസ്റ്റഡിയിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ പറയുന്ന കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ഈ കർണാടകയിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ കൊണ്ടുപോയിട്ടുള്ള ഒരു തെളിവെടുപ്പ് നടത്തുമോ, ഡോക്ടർ റാമുമായി തെളിവെടുപ്പ് നടത്തുമോ എന്നുള്ള കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും ഈ പറയുന്ന ഇടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. റോഷ്നി, ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.